Good morning everyone. Welcome to Adda247 Malayalam channel. അതുപോലെ welcome to Bankers Adda247 Malayalam channel. Welcome to our Hindu editorial analysis and vocabulary discussion. എല്ലാ ദിവസമുള്ള സെഷൻ ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം without quote. What happens is not as important as how you react to what happens. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അതിനോടുള്ള നമ്മുടെ റിയാക്ഷൻ. സോ എപ്പോഴും റിമെമ്പർ നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ചിന്തിച്ച് വേണം തീരുമാനം എടുക്കാൻ. എപ്പോഴും ആലോചിക്കുക, വെൻ യു ടേക്ക് എ ഡിസിഷൻ ഇറ്റ് മസ്റ്റ് ബി തോട്ട്ഫുൾ ആയിട്ട് മാത്രമേ നിങ്ങൾ എപ്പോഴും ഡിസിഷൻ എടുക്കാവുള്ളൂ എന്നുള്ള കാര്യം ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കോട്ട് അതാണ്, ഇന്നത്തെ ചിന്ത അതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾസിലോട്ട് നമുക്ക് പോകാം, സെഷനിലോട്ട് നമുക്ക് പോകാം. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. നമ്മൾ റെഗുലർ ആയിട്ട് സെഷനാണ്. നമ്മുടെ സെഷൻ ഇങ്ങനെയാണ് പോവുക. ആദ്യം നമ്മൾ ഹോംവർക്ക് ഡിസ്കസ് ചെയ്യും, എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു, ഇന്നത്തെ ഹോംവർക്ക് തരുന്നു. അതിനുശേഷം നമ്മൾ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കും. അപ്പോൾ ഒരു രണ്ട് ആർട്ടിക്കിൾ ഒരെണ്ണമാണ് നമ്മൾ സെലക്ട് ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. അതിൽ നമ്മൾ ഗ്രാമർ സ്ട്രക്ചേഴ്സ്, അതുപോലെ വൊക്കാബുലറി, അതുപോലെ നമ്മുടെ ടോൺ ഓഫ് ദ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതിനുശേഷം നമ്മൾ എഡിറ്റോറിയൽ വൊക്കാബുലറി ആണ്, ഇഡിയംസ്, ഫ്രേസ് ലോബ്സ്, വൺ വേർഡ്സ്, സിനോണിംസ്, ആനോണിംസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കും, ഡിസ്കസ് ചെയ്തോളൂ. ആൻഡ് നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിൾസ് രണ്ടെണ്ണത്തിൽ ഒരു ആർട്ടിക്കിൾ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്. നമ്മൾ കുറച്ച് കാലം മുമ്പ് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. കൊളീജിയവും അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സെൻറ്ററും തമ്മിൽ ഒരു ചെറിയൊരു വഴക്കിലാണ്. അപ്പോൾ അത് വീണ്ടും ഫ്രിക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ കൊളീജിയം എടുക്കുന്ന ഒരു തീരുമാനത്തിന് ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെൻറ്റർ. അപ്പോൾ അങ്ങനെ എടുക്കും, അപ്പോയിൻമെൻറ്റ്സ് ഓഫ് ജഡ്ജസിന് കാര്യത്തിൽ ഡിലേ വരുത്തുമ്പോൾ സെൻറ്ററും കൊളീജിയം തമ്മിൽ വീണ്ടും ഫ്രിക്ഷൻ കൂടുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൈമിനോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയില്ലെങ്കിൽ പണി വാളും എന്ന രീതിയിലൊരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എൻ അനലിറ്റിക്കൽ ആർട്ടിക്കിൾ. അതാണ് നമ്മൾ ഇന്നത്തെ ആർട്ടിക്കിൾ ഫോർ ദ ഡേ. മറ്റൊരു ആർട്ടിക്കിൾ കൂടെ ഉണ്ട്, അത് പൊളിറ്റിക്കൽ ആർട്ടിക്കിളാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇലക്ഷനെ പറ്റിയാണ് നമ്മുടെ ആർട്ടിക്കിളൊക്കെ വരുന്നത് അല്ലേ. കാര്യം വരാൻ പോകുന്ന നവംബറിൽ ഇലക്ഷനെ പറ്റിയാണ് നമ്മളെപ്പോഴും നോക്കിക്കാണുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ തെലങ്കാനയിലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഛത്തീസ്ഗഡിൽ പറഞ്ഞ പോലെ ഇന്ന് തെലങ്കാനയിലെ അസംബ്ലി പോളിനെ പറ്റിയാണ് ഡിസ്കഷൻ. അപ്പം BRS എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയോട് കൂടെ നിന്ന് കണ്ടന്ററായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് BJP. പക്ഷെ ഇപ്പോൾ BJPയെ മറികടന്ന് കോൺഗ്രസും BRS തമ്മിലുള്ള ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളൊരു അനലിറ്റിക്സ് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ കർണാടകയിലുള്ള ഇലക്ഷൻ്റെ സമയത്ത് കോൺഗ്രസ് വിജയിച്ചുകൊണ്ട് കോൺഗ്രസും ഇവിടെ തെലങ്കാനയിൽ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്ററായിട്ട് നിൽക്കാനുള്ള ചാൻസ് കാണുന്നു എന്നുള്ളൊരു ആർട്ടിക്കിളാണെന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ആർട്ടിക്കിളാണ്. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്, ആ കാര്യങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചുവിടാം. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ ആ ആർട്ടിക്കിളിന് വലിയൊരു സിഗ്നിഫിക്കൻസ് ഇല്ല. കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കൊളീജിയവും സെൻറ്ററും തമ്മിലുള്ള ഡിസ്കഷൻ, കണക്ഷൻ ആൻഡ് അത് തമ്മിലുള്ളൊരു വഴക്കൊക്കെ. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഒരു എറർ സ്പോട്ടിംഗ്. ആദ്യം നമുക്ക് ഇന്നലത്തെ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റനിലോട്ട് പോകാം. റൂറൽ ഹൗസിംഗ് ഇസ് അനദർ ഇഷ്യൂ ദറ്റ് ഹാസ് ബീൻ ഹോട്ട്ലി കണ്ടസ്റ്റഡ് വിത്ത് ബോത്ത് സൈഡ്സ് അക്യൂസിംഗ് ദ അതർ ഫോർ ബീങ് ഇൻഎഫക്റ്റീവ് ആൻഡ് ഇൻസെൻസിറ്റീവ് ഇൻ ദിസ് റിഗാർഡ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ എടുത്ത് വീണ്ടും പറയേണ്ടത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, റെപ്പറ്റീവ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് PSCക്ക് ആയിക്കോട്ടെ, SSCക്ക് ആയിക്കോട്ടെ, ബാങ്ക് എക്സാംസിന് ആയിക്കോട്ടെ, റെപ്പറ്റീവ്ലി ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണിത്. വളരെ കോമൺ ആണ്. നമ്മൾ പോലും 3-4-5 തവണ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ എഡിറ്റോറിയലിലെ എയർ സ്പോട്ടിങ്ങിൽ ഞാൻ ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയത്. അപ്പോൾ ഒന്ന് ആൻസർ ഒന്ന് പെട്ടെന്ന് പറയാമോ? കുറച്ച് പേരൊക്കെ എനിക്ക് ആൻസർ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പീപ്പിൾ, ഗുഡ് മോർണിംഗ്. ഉഷാറാണല്ലോ അല്ലേ? ATC ബുദ്ധി വന്നിട്ടുണ്ട്. കാർത്തി ചെയ്യാം. അതിൻ്റെ നമ്മൾ വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ, എന്താണ് എറർ എന്ന് പറയാമോ? ഇവിടുത്തെ എറർ എന്താന്ന് പറയാമോ? Rural housing is another issue that has been hotly contested. ഇതുവരെ കണ്ടസ്റ്റ് ചെയ്യപ്പെട്ടതിലൊരു ഹോട്ട്ലിക്ക് എന്താ പ്രശ്നം? ഹോട്ട്ലിയുടെ പ്രശ്നമില്ലടാ. കണ്ടസ്റ്റഡ് എന്ന് പറയുന്ന വേർബിനെ ക്വാളിഫൈ ചെയ്യാൻ ഹോട്ടായിട്ടുള്ള ഡിസ്കഷൻ, ഹോട്ട് ഡിസ്കഷൻ എന്ന് പറയില്ലേ. അപ്പോൾ ഹോട്ട്ലി ഡിസ്കസ്ഡ് എന്ന് പറയും, ഹോട്ട്ലി കണ്ടസ്റ്റഡ് എന്ന് പറയും. അത് കറക്റ്റാ, മനസ്സിലായോ? അത് കറക്റ്റാണ്. ചൂടോടെ കണ്ടസ്റ്റ് ചെയ്യുന്നു എന്ന് പറയും, ചൂടോടെ കോമ്പീറ്റ് ചെയ്യുന്നു, കറക്റ്റാ. കണ്ടസ്റ്റഡ് വിത്ത് ബോത്ത് സൈഡ്സ്, അതും കറക്റ്റാണ്. അവിടെ പ്രോബ്ലം ഒന്നുമില്ല, അതല്ല പ്രോബ്ലം. വേറൊരു പ്രശ്നം ഇവിടെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു എലമെന്റ് ഇവിടെ ഉണ്ട്. എന്താണെന്നറിയുമോ? അക്യൂസ് എന്ന വേർബിനെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അക്യൂസ് എന്ന വേർബ്
അക്യൂസ് എന്ന വേർബിന്റെ കൂടെ നിർബന്ധമായിട്ടും ഫിക്സ്ഡ് പ്രിപ്പോസിഷൻ ഒരെണ്ണമുണ്ട്. ഏതാ ഫിക്സ്ഡ് പ്രിപ്പോസിഷൻ? അക്യൂസ് സംബഡി ഓഫ് സംതിങ് ആണ്. ഫോർ അല്ല. ഫോർ നമ്മൾ ഒരിക്കലും അക്യൂസിന്റെ കൂടെ കൊടുക്കില്ല. അക്യൂസിന്റെ കൊടുക്കേണ്ട ഏതാ? ഓഫ് ആണ്. ശ്രദ്ധിച്ചു വെച്ചോണേ. വിത്ത് ബോത്ത് സൈഡ്സ് അക്യൂസിങ് ദ അതർ ഓഫ് ബീങ് ഇൻഎഫക്റ്റീവ് ആൻഡ് ഇൻസെൻസിറ്റീവ് ഇൻ ദിസ് റിഗാർഡ്. അതേസമയത്ത് ഗിൽറ്റിയുടെ കൂടെ നമ്മൾ കൊടുക്കുന്ന എന്താണ്? ഗിൽറ്റി ഓഫ് സംതിങ് എന്ന് തന്നെയാണ് പറയുക. ഗിൽറ്റിയുടെ കൂടെ ഫിക്സ്ഡ് ആണ്. പക്ഷെ അതേ മീനിങ് വരുന്നത് ചാർജിന്റെ കൂടെ, ചാർജ്ഡ് എൻ്റെ കൂടെ വിത്താ കൊടുക്കുക. ഓക്കെ, ഓർത്ത് വെച്ചോണേ. നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കുന്ന പ്രൊപ്പോസിഷൻ ആണ് അക്യൂസ്ഡ് ഓഫ് സംബഡി, അക്യൂസിങ് സംബഡി ഓഫ് സംതിങ് എന്നാണ് പറയാം. സോ ഗിൽറ്റി ഓഫ് ആണ്, ചാർജിന്റെ കൂടെ വിത്ത് ആണ് കൊടുക്കുക. ഫിക്സ്ഡ് പ്രൊപ്പോസിഷൻസ് ആണ്. ഓർത്ത് വെച്ചോണേ. ടേക്ക് എ സ്ക്രീൻഷോട്ട് ഇഫ് യു നീഡ് ഇറ്റ്. ആൻഡ് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനോട്ടോ. അപ്പൊ ഇന്നത്തെ ചോദ്യം ഇതാണ്. ദിസ് ഇസ് പാർഷ്യലി ബിക്കോസ് ദ റൂളിംഗ് ഭാരതീയ രാഷ്ട്ര സമിതി BRS was in power for nearly a decade and has run into the inevitable challenge of anti-incumbency. ഇതാണ് question. This is partly because the ruling Bharat Rashtra Samiti was in power for nearly a decade and has run into the inevitable Indian challenge of anti-incumbency. വളരെ സിമ്പിൾ ആയൊരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ടേക്ക് എ സ്ക്രീൻഷോട്ട്. കണ്ടാൽ ലോങ് ആയിട്ട് തോന്നും, ബട്ട് സംഭവം സിമ്പിളാണ്. ഓക്കെ, ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് ആൻസർ ഇട്ട് കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് സാർ. അപ്പോൾ നമുക്ക് നേരെ ആർട്ടിക്കിളോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും വെൽക്കം. നമുക്ക് നേരെ നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാം. ആൻഡ് ഹിയർ വി ഗോ. സോ ഡിലേ ആസ് ടാക്ടിക്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. സെൻറ്റർ ഷുഡ് സ്റ്റിക്ക് ടു ടൈം ലൈൻസ് ടു അവോയ്ഡ് ഫ്രിക്ഷൻ വിത്ത് കൊളീജിയം. കൊളീജിയമായിട്ട് ഫ്രിക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ പണി പാളും ശരിക്കും സെൻറ്റർ. അപ്പോൾ സെൻറ്റർ എന്ത് ചെയ്യണം? സെൻറ്റർ സ്റ്റിക്ക് ചെയ്യണം, ക്ലിങ് ചെയ്ത് നിൽക്കുക. സ്റ്റിക്ക് ടു വോട്ട്? ടൈം ലൈനോട് ചേർന്ന് നിൽക്കുക. ടൈം പാലിക്കുക. കറക്റ്റായിട്ട് ടൈം ലൈൻ എവിടെയാണോ ടൈം പാലിക്കേണ്ടത് അവിടെ ടൈം ലൈൻ പാലിച്ചുകൊണ്ട് പോവുക. കാര്യം ഇല്ലെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടാവും കൊളീജിയമായിട്ട്. ഫ്രിക്ഷൻ അറിയാലോ, വഴക്ക് അല്ലേ. ദ സെൻറ്റേഴ്സ് അഷുറൻസ് to the Supreme Court that it would soon notify the appointment of Justice Siddharth Mridul of the Delhi High Court as Chief Justice CJ of the Manipur High Court is a welcome development. സെൻറ്ററിൻ്റെ ഒരു അഷുറൻസ് ഉണ്ട്, പ്രോമിസ്. അഷുറൻസ് എന്ന് പറഞ്ഞാൽ പ്രോമിസ്. സെൻറ്റർ പ്രോമിസ് ചെയ്തു ഒരു കാര്യം ചെയ്യാം. സുപ്രീം കോർട്ടിനോട് പറഞ്ഞു, ഞങ്ങൾ പ്രോമിസ് തരുന്നു. എന്ത്? ഞങ്ങൾ നോട്ടിഫൈ ചെയ്യാം. ജസ്റ്റിസ് സിദ്ധാർത്ഥ് മൃദുലിൻ്റെ ഹൈക്കോർട്ട്, ഡൽഹി ഹൈക്കോർട്ടിലെ ജസ്റ്റിസ് ആയിട്ടുള്ള സിദ്ധാർത്ഥ് മൃദുലിനെ, ഡൽഹി ഹൈക്കോടതിയാണ് പുള്ളിക്കാരൻ. സിദ്ധാർത്ഥ് മൃദുൽ ഡൽഹി ഹൈക്കോടതിയുടെ എന്താണ് ജസ്റ്റിസ് ആണ്. ആ പുള്ളിയെ എന്താക്കാൻ പറ്റുവാണ്? അപ്പോയിന്റ് ചെയ്യാം ആസ് ചീഫ് ജസ്റ്റിസ് ഓഫ് മണിപ്പൂരിന്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാമെന്ന് സെൻട്രൽ എന്ത് കൊടുത്തു? സുപ്രീം കോടതിയോട് ഉറപ്പ് കൊടുത്തു. മണിപ്പൂർ ഹൈക്കോടതിന്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം എന്ന് സെൻട്രൽ, ഇത് സിദ്ധാർത്ഥ് മൃദുൽ എന്ന് പറയുന്ന ജസ്റ്റിസിനെ, ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആണ്, പുള്ളിയെ നമ്മുടെ മണിപ്പൂർ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അഷുറൻസ് അല്ലെങ്കിൽ ഒരു പ്രോമിസ് കൊടുത്തു സുപ്രീം കോടതിനോട്. ആര്? നമ്മുടെ സെൻട്രൽ. And that's a welcome development. നല്ലൊരു ഡെവലപ്മെന്റ് ആണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചപ്പോൾ. In another sign that it would be more accommodative of the collegium's recommendations, it has forwarded as many as 70 names approved by constitutional authorities in various states of appointment as judges of high courts. ഹൈക്കോർട്ടുകൾക്ക് വേണ്ടിയുള്ള ജഡ്ജസിനെ നെയിം ആയിട്ട് റെക്കമെൻഡേഷൻ 70ഓളം നെയിംസ് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് അപ്രൂവലിന് വേണ്ടിയിട്ട്, റെക്കമെൻഡേഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് 70ഓളം പേരുകൾ ഫോർവേഡ് ചെയ്ത് കൊളീജിയം റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനോട് അക്കോമഡേറ്റീവ് ആവുന്നില്ല ആര്? നമ്മുടെ സെൻട്രൽ. ഇറ്റ് വുഡ് ബി മോർ അക്കോമഡേറ്റീവ്. കുറച്ചുകൂടി അക്കോമഡേറ്റീവ് ആകാം കൊളീജിയം. കാര്യം 70ഓളം പേരുകൾ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക കാൻഡിഡേച്ചറിലോട്ട് നമ്മുടെ കൊളീജിയം എടുത്ത് മുന്നോട്ട് വെച്ചപ്പോൾ അതിന് അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതും നമ്മുടെ സെൻട്രലിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലേ. ദ ഡിലേ ഇൻ നോട്ടിഫൈങ് ദ അപ്പോയിൻമെന്റ് ഓഫ് ജസ്റ്റിസ് മൃദുൽ. അപ്പോൾ ഇവിടെ ഒരു ഡിലേ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിലേ പറയുന്നുണ്ട്. ഇൻ നോട്ടിഫൈങ് ദ അപ്പോയിൻമെന്റ് ഓഫ് ജസ്റ്റിസ് മൃദുൽ വാസ് അപ്പാരന്റ്ലി ഡ്യൂ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടേക്കിംഗ് ടൈം ടു ഗിവ് ഇറ്റ്സ് വ്യൂസ് ഓൺ ദ പ്രപ്പോസൽ. അപ്പോൾ ഈ ഡിലേക്ക് കാരണം എന്താ? പുറമെ നമ്മൾ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പുറമേ ക്ലിയർ ആവുന്ന ഒരു കാര്യം ഇതാണ്. ക്ലിയർലി എന്തുകൊണ്ടാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡിലേ ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിലേ വരുത്തുകയാണ്, താമസം വരുത്തുകയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ടേക്കിംഗ് ടൈം, വെറുതെ സമയം എടുക്കുകയാണ് ഇതിനെപ്പറ്റി ഒന്ന്, ഈ പ്രപ്പോസലിനെ പറ്റി ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹിസ് നെയിം വാസ് റിക്കമെൻഡ് ബൈ ദ കൊളീജിയം ഓൺ July 5 അല്ലേ. ജൂലൈ 5-ാം തീയതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൃദുൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പേര്, നമ്മുടെ സിദ്ധാർത്ഥ് മൃദുലിന്റെ പേര് റെക്കമെൻഡ് ചെയ്തത് എന്നാണ് July 5-ാം തീയതിയാണ്. ആൻഡ് ദ ഡിലേ വാസ് ക്വൈറ്റ് സ്ട്രേഞ്ച്. അപ്പോൾ July 5-ാം തീയതി മുതൽ ഇപ്പോൾ ഒക്ടോബർ മാസം കഴിഞ്ഞു, ഒക്ടോബർ 5 കഴിഞ്ഞു. അപ്പോൾ എത്ര കാലം വരുന്നു വെച്ചാൽ ഇത് ഭയങ്കര ഡിലേ ആണല്ലോ. ഇത്രയും ഡിലേ ഈസ് ക്വൈറ്റ് സ്ട്രേഞ്ച്. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള പരിപാടിയാണിത്. ദ കൊളീജിയം ഹാസ് ഓൾസോ മൂട്ടഡ്.
മൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മൂട്ട് എന്ന വേർബ് ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്. ഡിബേറ്റബിൾ എന്നൊക്കെയാണ് എന്താ പറയുക മൂട്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് മൂട്ട് ചോദിക്കുന്ന വെർബ് ഉദ്ദേശിക്കുന്നത് റേസ് ചെയ്യുക, മുന്നോട്ട് വെക്കുക. ഹാസ് ഓൾസോ റേസ് ദ ട്രാൻസ്ഫർ ഓഫ്, മുന്നോട്ട് വെക്കുക, ആസ് എ സജഷൻ, ഒരു സജഷനായിട്ട് മുന്നോട്ട് വെക്കുക, പ്രപ്പോസൽ മുന്നോട്ട് വെക്കുക. കൊളീജിയം ഹാസ് ഓൾസോ മൂട്ടഡ് ദ ട്രാൻസ്ഫർ ജസ്റ്റിസ് MV മുരളീധരൻ. ഇവിടെ പറയുന്നൊരു കാര്യം വെച്ചാൽ അങ്ങനെ കൊളീജിയം ഒരു കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റിസ് MV മുരളീധരൻ്റെ ട്രാൻസ്ഫറും കൂടെ അവർ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളീൻ്റെ പ്രത്യേകത എന്താ? ഹിസ് നൗ ആക്ടിങ് CJ ഇൻ മണിപ്പൂർ. മണിപ്പൂരിലെ ഹൈക്കോർട്ടിലെ ആക്ടിങ് CJ ആയിട്ട്, ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിൽക്കുന്ന ആളാണ് MV മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറും പറയുന്നുണ്ട്. എങ്ങോട്ടേക്ക്? കൽക്കട്ട ഹൈക്കോർട്ടിലോട്ട്. അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ടു കൽക്കട്ട ഹൈക്കോർട്ട്. A few days ago, കുറച്ച് നാൾക്ക് മുമ്പ്, it rejected his request that he be either retained in Manipur or allowed to go to his parent court, the Madras High Court. അപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്ത് ചെയ്തായിരുന്നു? കൊളീജിയം ഇതിൻ്റെ കൊളീജിയം അല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്തായിരുന്നു? തൽക്കാലത്തേക്ക് ഇയാളുടെ ഈ ഒരു കൊളീജിയത്തിൻ്റെ സജഷനായിരുന്നു MV മുരളീധരൻ എന്ന ചീഫ് ജസ്റ്റിസിനെ കൽക്കട്ട ഹൈക്കോർട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. കാരണം പുള്ളിക്കാരൻ ആക്ടിങ് CJ ആയിട്ട് നിൽക്കുമായിരുന്നു നമ്മുടെ മണിപ്പൂരിൽ. അപ്പം അത് അവരുടെ ആ പ്രപ്പോസലിനെ സ്റ്റേറ്റ് ഗവൺമെൻറ് റിജക്റ്റ് ചെയ്തായിരുന്നു. കാരണം ഒരു ഇതാണ് പറയുന്നത്, ഒന്നെങ്കിൽ പുള്ളിക്കാരൻ മണിപ്പൂരിൽ തന്നെ റിറ്റെയിൻ ചെയ്യട്ടെ, അവിടെ തന്നെ നിൽക്കട്ടെ, അല്ലെങ്കിൽ പേരന്റ് കോർട്ടിലോട്ട് പൊക്കോട്ടെ, മദ്രാസ് ഹൈക്കോർട്ടിലോട്ട് പൊക്കോട്ടെ എന്നുള്ള ഒരു സജഷനാണ് അവിടെ വന്നിരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ടു ബി സീൻ ഹൗ ലോങ് ദ സെൻറ്റർ ടേക്സ് ടു നോട്ടിഫൈ ഹിസ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എത്ര നേരം എടുക്കുന്നു, എത്ര കാലയളവ് സമയമെടുക്കുന്നു എന്ന് നോക്കുക. സെൻറ്റർ ടു നോട്ടിഫൈ ഹിസ് ട്രാൻസ്ഫർ. ഇദ്ദേഹത്തിൻ്റെ സെൻറ്ററാണ് റിജക്ട് ചെയ്തത്, സോറി. അപ്പം ഇതിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര കാലതാമസമാണ് വരുന്നത് നമ്മുടെ സെൻറ്റർ ഇതിനൊരു തീരുമാനം എടുക്കാനായിട്ട്. ഇറ്റ് വാസ് എൻ ഓർഡർ പാസ് ബൈ ജസ്റ്റിസ് മുരളീധരൻ ഡയറക്ടിംഗ് ദ മണിപ്പൂർ ഗവൺമെന്റ് ടു കൺസിഡർ ദ ഇൻക്ലൂഷൻ ഓഫ് ദി മെയ്തി കമ്മ്യൂണിറ്റി ഇൻ ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് കാറ്റഗറി ദാറ്റ് ഇസ് സീൻ ബൈ സം ആസ് വൺ ഓഫ് ദ ട്രിഗേഴ്സ് ഓഫ് ദ എത്നിക് വയലൻസ് ദാറ്റ് റോക്ക് ദി സ്റ്റേറ്റ് ഫ്രം ഏർലി മെയ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രശ്നം അത്രേ ഉള്ളൂ, ഈ ഓർഡർ പാസ് ചെയ്യാനുള്ള കാരണം ഇത്രേ ഉള്ളൂ, ഈ ഓർഡർ ഡിലേ വരുന്നതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ. നമ്മുടെ ജസ്റ്റിസ് മുരളീധരൻ മണിപ്പൂരിലെ ആക്ടിങ് CJ ആയിരുന്ന സമയത്താണ് ഇദ്ദേഹത്തിനോട് ഉള്ളൊരു ഇദ്ദേഹം ഒരു ഓർഡർ പാസ് ചെയ്തു. ആ ഓർഡർ എന്താണെന്ന് വെച്ചാൽ, ഇൻക്ലൂഷൻ ഓഫ് ദ മെയ്തി കമ്മ്യൂണിറ്റീനെ എവിടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നു? ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിയിലോട്ട്, ST എന്ന് പറഞ്ഞ കാറ്റഗറിയിലോട്ട്, ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിയിലോട്ട് മെയ്തി കമ്മ്യൂണിറ്റീനെ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ വന്നപ്പോൾ ആ ഓർഡർ അദ്ദേഹം പാസ് ചെയ്തു. ആൻഡ് അതിന് ശേഷം ചിലർ ബിലീവ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, അതിനുശേഷമാണ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ട്രിഗേഴ്സ് ഫോർ ദ എത്നിക് വയലൻസ്. മണിപ്പൂറുള്ള എത്നിക് വയലൻസിന് തുടക്കം കുറിച്ചതിൽ ഒരു കാരണം ഇതാണ് എന്നാണ് ചിലരെങ്കിലും ബിലീവ് ചെയ്യുന്നത്. ഹവെവർ, എന്നിരുന്നാലും ദ ഓർഡർ വാസ് നോട്ട് സ്റ്റേഡ് ബൈ ദ സുപ്രീം കോർട്ട്. ഈ ഓർഡർ സ്റ്റേ ചെയ്തൊന്നുമില്ല. ഈ ഒരു ഓർഡർ സ്റ്റേ ചെയ്തില്ല. സുപ്രീം കോടതി വേണമെങ്കിൽ ഇത് സ്റ്റേ ചെയ്യാമായിരുന്നല്ലോ. കാരണം ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിയിൽ അവർ മെയ്തി കമ്മ്യൂണിറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജസ്റ്റിസ് മുരളീധരൻ കൊടുത്തപ്പോൾ സുപ്രീം കോടതിന് വേണമെങ്കിൽ അതിനെ സ്റ്റേ ചെയ്യാമായിരുന്നു. ബട്ട് ദേ ഹാവൻ ഡൺ എനിത്തിങ് ലൈക്ക് ദാറ്റ്, ആസ് ദർ വാസ് എ റിക്വസ്റ്റ് ബൈ ദ സെന്റർ ദാറ്റ് എ സ്റ്റേ ഓർഡർ മൈറ്റ് എക്സാസർബേറ്റ് ടെൻഷൻസ്. എന്തുകൊണ്ടാണ് സ്റ്റേ ചെയ്യാതിരുന്നത്? സ്റ്റേ ഓർഡർ മേ ബി സ്റ്റേ ചെയ്താൽ അതിനേക്കാളും വഷളാകും വിഷയങ്ങൾ, ടെൻഷൻ കൂടും, എക്സാസർബേറ്റ് ചെയ്യും, വേഴ്സൺ ചെയ്യും, അവസ്ഥ കുറച്ചുകൂടി ഗുരുതരമാകും, വഷളാകും എന്ന് അറിയാമായതുകൊണ്ട് സെൻറ്റർ പറഞ്ഞു വേണ്ട. സെൻറ്റർ റിക്വസ്റ്റ് കൊടുത്തു, ഒരു പ്ലീ കൊടുത്തു, വേണ്ട സുപ്രീം കോടതി സ്റ്റേ ചെയ്യൊന്നും വേണ്ട, ഇതങ്ങനെ തന്നെ പോട്ടെ, ഇല്ലെങ്കിൽ പണിപാളും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെൻറ്റർ ഇപ്പോൾ അതിനെ മുതലെടുക്കാണ്. ഇദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റിനെ തൽക്കാലത്തേക്ക് ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കൊളീജിയവും സെൻറ്ററും തമ്മിൽ ഭയങ്കരമായിട്ട് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഫ്രിക്ഷൻ ഉണ്ടെന്നുള്ളതാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. ദ കോർട്ട് ഹാസ് ബീൻ വോക്കൽ അബൌട്ട് ദ സെൻറ്റേഴ്സ് സെലക്റ്റീവ് ട്രീറ്റ്മെന്റ് ഫോർ ഇറ്റ്സ് റെക്കമെൻഡേഷൻ. കോർട്ട് കുറേ നാളെ പറയുന്നുണ്ട്, അത് പുറത്തോട്ട് പറയുന്നുണ്ട് കേട്ടോ, വോക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, പറയുവാണ്. കാര്യം സെൻറ്റേഴ്സ് ഭയങ്കര സെലക്റ്റീവ് ആണ്, റെക്കമെൻഡേഷൻ്റെ കാര്യത്തിൽ ഭയങ്കര സെലക്റ്റീവ് ആണ്. ആൻഡ് ഈ സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെയാണ് കൊളീജിയവും ഇവർ തമ്മിലുള്ള ഫ്രിക്ഷൻ കൂടുന്നതും recommendation ആയിരുന്നില്ല. There are instances of the government returning names that had been reiterated. ഇവിടെ കുറേ ഇൻസ്റ്റൻസ്, കുറേ എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. The government returning names that had been reiterated more than once. അപ്പം റിപ്പീറ്റഡ്ലി വരുന്ന ഒരാളുടെ പേര് വരും. ഇപ്പോൾ ഒരാളുടെ പേര് കൊടുത്തു, അത് അവർ ഒന്നും പറയാതെ വെക്കുമ്പോൾ വീണ്ടും റീട്രേറ്റ് ചെയ്ത് അതേ പേര് അല്ലേ, റീഡൂ ചെയ്ത് റീസ്റ്റേറ്റ് ചെയ്ത് അതേ പേര് തന്നെ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതേ പേര് വീണ്ടും തിരിച്ച് അവർ റിട്ടേൺ ചെയ്യുകയാണ്. ഒന്നും മൈൻഡ് ചെയ്ത് ആ നെയിം റിട്ടേൺ ചെയ്യുന്ന പരിപാടികളും നമ്മുടെ
എന്താണ് സെൻറ്റർ ചെയ്യുന്നുണ്ട്. ഇൻ റീസെൻറ്റ് ടൈംസ് ഇറ്റ് ഹസ് ഷോൺ ദാറ്റ് ഇറ്റ് കൻ ഹാവ് ഇറ്റ്സ് വേ ബൈ മിയർലി ഇഗ്നോറിംഗ് സം ഓഫ് ദ കൊളീജിയംസ് ഡിസിഷൻസ്. ഈയിടെയായിട്ട് നമുക്ക് മനസ്സിലാവും ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടുകയാണ്. ഇങ്ങനെയുള്ള കുറച്ച് കൊളീജിയം എന്തെങ്കിലും ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ആ കൊളീജിയത്തിൻ്റെ ഡിസിഷൻസിനെ ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരു പരിപാടിയും നമ്മൾ ഈയിടെയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി ഇപ്പോൾ അവസ്ഥ അതാണ്. ഫോർ ഇൻസ്റ്റൻസ് എടുത്തു പറയുകയാണെങ്കിൽ ഇറ്റ് ഇഗ്നോർഡ് ദ പ്രൊപ്പോസൽ ടു അപ്പോയിന്റ് ജസ്റ്റിസ് എസ് Muralidhar, now retired as CJ of the Madras High Court for so long that the Collegium ultimately rescinded its recommendation. അപ്പോൾ ഇതിന് എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ജസ്റ്റിസ് മുരളീധർ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജ് ചീഫ് ജസ്റ്റിസ്, അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഓഫ് മദ്രാസ് ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. ഇപ്പം ചീഫ് ജസ്റ്റിസ് ഓഫ് മദ്രാസ് ഹൈക്കോർട്ടായിട്ട് റിട്ടയർ ചെയ്തു. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രപ്പോസൽ, ഇയാളെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റിസായിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു പ്രപ്പോസൽ കൊടുത്തിട്ട് അത് ഇഗ്നോർ ചെയ്ത് സെൻട്രൽ ഇഗ്നോർ ചെയ്ത് കുറേ നാൾ നിന്നിട്ട് അൾട്ടിമേറ്റ്ലി അവസാനം അതെന്ത് പറ്റി, ഈ ഒരു കാര്യത്തിനെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അവരുടെ റെക്കമെൻഡേഷൻ അവർ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ റെക്കമെൻഡേഷൻ ക്യാൻസൽ ചെയ്ത് കളയേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തി. ഇൻ ദ കേസ് ഓഫ് ജസ്റ്റിസ് ടി രാജ മാത്രമല്ല, അടുത്ത് രണ്ടാമത്തെ ഒരു ആളുടെ പേര് പറയുകയാണെങ്കിൽ ടി രാജ എന്ന് പറയുന്ന ഒരു ചീഫ് ജസ്റ്റിസ് CJ. ഹീസ് എൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്. ഹി വാസ് എൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഇൻ മദ്രാസ് ഹൈക്കോർട്ട്. മദ്രാസ് ഹൈക്കോർട്ട് ഒരു ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം ഫോർ അൺയൂഷ്വലി ലോങ് പീരീഡ്. കുറേ സ്ട്രേഞ്ച് ആണ്, അത്രയും ലോങ് പീരീഡ് നമ്മൾ ഒരിക്കലും ഒരു ആക്ടിംഗ് CJ അപ്പോയിന്റ് ചെയ്യാറില്ല. അപ്പോൾ ഇദ്ദേഹം കുറേ കാലഘട്ടമായിട്ട് അവിടെ തന്നെ ഇങ്ങനെ ഒരു ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിൽക്കുകയായിരുന്നു. The recommendation to transfer him to the Rajasthan High Court was ignored by the government. രാജസ്ഥാൻ ഹൈക്കോർട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം അപ്ലൈ ചെയ്തിട്ട് ആ ട്രാൻസ്ഫർ കൊടുത്തു പോലുമില്ല. ദാറ്റ് ഈസ് ഓൾസോ ഇഗ്നോർഡ്. അതും ഇഗ്നോർ ചെയ്യപ്പെട്ടു. ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് അതും ഇഗ്നോർ മൈൻഡ് ചെയ്തില്ല അൺടിൽ ഹിസ് റിട്ടയർമെൻറ്റ്. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നവരെ, ടി രാജ എന്ന് പറയുന്ന അദ്ദേഹം ചീഫ് ജസ്റ്റിസ് റിട്ടയർ ചെയ്യുന്നവരെ അവർ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് ആ ഒരു പ്രപ്പോസലിനെ പോലും, ആ ഒരു റെക്കമെൻഡേഷനെ പോലും. ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് കൊളീജിയം ഓവർ ദ അപ്പോയിൻമെൻറ്റ് പ്രോസസ് ക്വൈറ്റ് പ്രൊനൗൺസ്ഡ് ആൻഡ് ഓഫൻ റീച്ചസ് എ ഫ്ലാഷ് പോയിന്റ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. ഈ പറയുന്ന നമ്മുടെ കൊളീജിയവും ഗവൺമെൻറ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇന്നലെ തുടങ്ങിയതല്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഫ്രിക്ഷൻ കൂടി കൊണ്ടുവരികയാണ്. അതിനിങ്ങനെ ഒരു കൂടി വരികയാണ്, ഒരു മെൽറ്റിംഗ് പോയിന്റിലോട്ട് എത്താണ്. ഇറ്റ് ഇസ് ടൈം ദ പ്രോസസ് വാസ് സ്ട്രീംലൈൻ ടു ഗിവ് ഇഫക്ട് ടു ദ സുപ്രീം കോർട്ട്സ് April 2021 order that sets timelines for the government to process names recommended by the collegium and express its reservations if any. അപ്പം ഇവിടെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിലോട്ട് കൊണ്ടുവരുന്നത്. കാരണം സുപ്രീം കോർട്ട് 2021 ഏപ്രിൽ മാസം പറഞ്ഞിട്ടുണ്ട്, ഒരു ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ ഉണ്ട്. 2021 ഏപ്രിൽ മാസം പുറപ്പെടുവിച്ച ഒരു കാര്യത്തെ പറയുന്നത് ഇങ്ങനെയാണ്: ടൈം ലൈൻ സെറ്റ് ചെയ്യണം. അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസിൻ്റെ കാര്യത്തിൽ ടൈം ലൈൻ സെറ്റ് ചെയ്യണം. ഗവൺമെൻറ് അതിനുവേണ്ടി പ്രോസസ്സ് എടുക്കാൻ വേണ്ടി ഒരു ടൈം ലൈൻ ഉണ്ട്. ആ ഒരു ടൈം ലൈനിനുള്ളിൽ കൊളീജിയം റെക്കമെൻഡ് ചെയ്യുന്ന കാര്യത്തെ അവർക്ക് നോക്കുകയും എന്നിട്ട് അതിന് എന്ത് കൊടുക്കാം, ഓക്കെ പ്രപ്പോസലിന് ഓക്കെ കൊടുക്കാനും പറ്റും. ആ ടൈം ലൈനുള്ളിൽ അത് സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഓർഡർ സുപ്രീം കോടതി പാസ് ചെയ്തായിരുന്നു April 2021. അത് പ്രാബല്യത്തിൽ വരേണ്ട കാര്യം കഴിഞ്ഞു. അത് ഓർഡർ പാസ്സായിട്ടുണ്ട്. അത് ഇതുവരെ അവർ ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇനിയിപ്പോൾ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാതെ ഇങ്ങനെയാണ് കാര്യങ്ങളുണ്ട് എന്നുള്ള റെക്കമെൻഡേഷൻസും റിസർവേഷൻസ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റും ഗവൺമെൻറ്റിന്. വൺസ് കൊളീജിയം റീട്രേറ്റ്സ് എനി റെക്കമെൻഡേഷൻ, ഇനി ഒരു റെക്കമെൻഡേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം, റീസ്റ്റേറ്റ് ചെയ്യുകയാണ് അല്ലെ റിപ്പീറ്റ് ചെയ്യുകയാണ്, നമ്മുടെ കൊളീജിയം റെക്കമെൻഡേഷനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് വിത്തിൻ 3 to 4 weeks. ഒരു തവണ പറഞ്ഞ് നടന്നില്ലെങ്കിൽ അവരത് റിപ്പീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. റെക്കമെൻഡേഷൻ നടന്നില്ല, അതുകൊണ്ട് വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്തു, കൊളീജിയം റിപ്പീറ്റ് ചെയ്ത് ഉറപ്പിച്ചോ. അത് എത്ര നാളുകൾക്ക് ഉള്ളിൽ അത് ചെയ്തു കൊടുക്കണം? 3 to 4 weeks. അതായത് ഒരു മാസത്തിനുള്ളിൽ സംഭവം ചെയ്തു കൊടുത്തിരിക്കണം, ആ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം എന്നൊരു നിയമം ഇവിടെ ഉണ്ട്, ഓർഡർ ഉണ്ട്. അതാണ് നമ്മുടെ April 2021 സുപ്രീം കോർട്ട് ഒരു ഓർഡർ മുന്നോട്ട് വെച്ചത്. അത് ആ ടൈം ലൈനിനുള്ളിൽ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ പണിപാടും. വാട്ട് എവർ ദ ഇനാഡിക്വസീസ് ആൻഡ് ഫെയിലിയേഴ്സ് ഓഫ് ദ കൊളീജിയം പ്രോസസ്. ശരിക്കും പറഞ്ഞാൽ കൊളീജിയസിന് കുറേ ഇനാഡിക്വസീസും അതുപോലെ ഫെയിലിയേഴ്സും ഒക്കെ ഉണ്ട്. എന്തൊക്കെ ഇരുന്നാലും ഇറ്റ് ഡസ് നോട്ട് ഓഗർ വെൽ ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഫ് ദ ലീഗൽ പൊസിഷൻ ദാറ്റ് എ റീട്രേറ്റഡ് ഡിസിഷൻ ഈസ് ബൈൻഡിങ് ഓൺ ദ ഗവൺമെൻറ് ഇസ് അണ്ടർമൈൻഡ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരു കാരണവശാലും അത് മുന്നോട്ട് പോകില്ല. നമുക്കതൊരു നല്ലൊരു സൈൻ അല്ല. ഇറ്റ് ഡസ് നോട്ട് ഹെറാൾഡ്, ഇറ്റ് ഡസ് നോട്ട് സിഗ്നൽ വെൽ ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ ഒരു ലീഗൽ പൊസിഷൻ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അവരുടെ ഡിസിഷനെ റീട്രേറ്റ് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതും വരുന്നു. എന്നിട്ട് ഗവൺമെൻറ് അതിനെ അണ്ടർമൈൻ ചെയ്ത് കളയുന്നതും അല്ലേ, അതിനെ സബോട്ടാഷ് ചെയ്ത് അണ്ടർമൈൻ ചെയ്ത് സപ്രസ് ചെയ്ത് കളയുന്നത് അത്ര നല്ലൊരു പ്രക്രിയയല്ല. അപ്പം അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് ശരിയായിട്ടൊരു കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനലിറ്റിക്കലായ ഒരു ആർട്ടിക്കിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
കാര്യം കൊളീജിയത്തിന് കുറച്ച് എന്താ പറയുക ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അവർ തീരുമാനിക്കുന്ന അവർ കൊടുക്കുന്ന ഒരു റെക്കമെൻഡേഷനെ തള്ളിക്കളയുകയും അതിന് ഇഗ്നോർ ചെയ്ത് കളയുന്നതും അത്ര നല്ലൊരു കാര്യമല്ല. മാത്രമല്ല അതിന് 2021 ഏപ്രിൽ മാസം സുപ്രീം കോർട്ട് കൊണ്ടുവന്ന ഓർഡർ അനുസരിച്ച് ടൈം ലൈൻ സെറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നും ഇനി റിപ്പറ്റേറ്റീവായിട്ട് അവർ റെക്കമെൻഡേഷൻ കൊളീജിയം പറയുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 3 മുതൽ 4 വീക്കിനുള്ളിൽ അതിന് തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം എന്നും സുപ്രീം കോർട്ട് പറയുന്നുണ്ട്, അനുശാസിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ഗുഡ് മോർണിംഗ് പീപ്പിൾ. ഉഷാറാണല്ലോ അല്ലേ? ഓക്കെ, യെസ്. സോ ദിസ് ഇസ് ദി ആർട്ടിക്കിൾ. മനസ്സിലായെങ്കിൽ എല്ലാവരും തംസപ്പ് ഇട്ടോളൂ കേട്ടോ. മനസ്സിലായെങ്കിൽ എല്ലാവരും തംസപ്പ് ഇട്ടോളൂ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. നമുക്ക് എങ്ങോട്ട് പോവാം? നമ്മുടെ വേർഡ്സിലോട്ട് പോവാം കേട്ടോ. സോ ഫസ്റ്റ് ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ് ആൻഡ് വൺ വേർഡ്സിലോട്ട് പോവാം. ആദ്യത്തെ വൺ വേർഡ് ഇതാണ്, ഇന്നെവിറ്റബിൾ. ഒരുപാട് തവണ നമ്മൾ എക്സാമിന് കണ്ടിട്ടുള്ള ഒരു വാക്കാണ് ഇന്നെവിറ്റബിൾ. അതായത് ഇന്നെവിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ഇന്നെവിറ്റബിൾ ആണെന്ന് പറഞ്ഞാൽ അൺഅവോയ്ഡബിൾ ആണ്. നമ്മൾ പറയാറുണ്ട് ഡെത്ത് ഈസ് ഇന്നെവിറ്റബിൾ. മരണം എന്ന് പറയുന്നത് ആരെക്കൊണ്ടും തടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ എന്ന് പറയും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സർട്ടൻ ടു ഹാപ്പൻ. ഇന്നെവിറ്റബിൾ ആണെന്ന് പറഞ്ഞാൽ അൺഅവോയ്ഡബിൾ ആണ് എന്നാണ് അല്ലേ? ഇന്നെവിറ്റബിൾ ആയ ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ യു ക്യാൻ സേ ദാറ്റ് ഈസ് അൺഅവോയ്ഡബിൾ. അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ഇന്നെവിറ്റബിൾ എന്ന് പറയുക, അൺഅവോയ്ഡബിൾ അല്ലേ? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സർട്ടൻ ടു ഹാപ്പൻ. ആരെക്കൊണ്ടും തടുക്കാൻ ഒക്കത്തില്ല, അത് ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും. ഇറ്റ് ഈസ് സർട്ടൻ ടു ഹാപ്പൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഎവിറ്റബിൾ. അടുത്ത പാർട്ട് വേസ്. നമ്മൾ പറയില്ലേ ദ കപ്പിൾ പാർട്ടഡ് ദെയർ വേസ്, അല്ലെങ്കിൽ കപ്പിൾ മാത്രം എന്താ പറയുക ദ പാർട്ടി പാർട്ട്സ് ഇറ്റ്സ് വേസ് വിത്ത് ദി യൂണിയൻ എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. പാർട്ട് വേ എന്ന് പറഞ്ഞാൽ രണ്ട് വഴിത്തിരിയ, എൻഡ് റിലേഷൻഷിപ്പ് അല്ലേ? രണ്ടുപേരും രണ്ട് ഡയറക്ഷനിലോട്ട് പോവുക, പിരിയുക. അതിനെയാണ് നമ്മൾ എന്ത് റിലേഷൻഷിപ്പ് പോയാൽ കേട്ടോ, എനി റിലേഷൻഷിപ്പ് ഇറ്റ് മേ ബി. പാർട്ട് വേസ് എന്ന് പറഞ്ഞാൽ തമ്മിൽ പിരിഞ്ഞു എന്നാണ്, പിരിയുക, റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുക, എൻഡ് റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് പാർട്ട് വേസ്. ഇതാണ് ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ് പാർട്ട് വേസ് എന്ന് പറഞ്ഞാൽ എൻഡ് റിലേഷൻഷിപ്പ് കേട്ടോ. അടുത്ത് ഓർത്ത് വെച്ചോളാം, പാർട്ട് വേസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടൗട്ട് ചെയ്യുക. ടൗട്ട് ഒരു തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുറേ നാളുകൾക്ക് മുമ്പാണ്. ടൗട്ട് ചെയ്യുന്നൊരു ഇത്രേ ഉള്ളൂ, അഡ്വർടൈസ് ചെയ്യുക അല്ലെ പ്രൊമോട്ട് ചെയ്യണം. ഒരു കാര്യത്തിനെ ഒരു കാര്യത്തെയോ ഒരാളെയോ നമ്മൾ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുക, അഡ്വർടൈസ് ചെയ്യാണ് റിപ്പീറ്റഡ്ലി. പിന്നെയും നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്ത് അവരുടെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് സൊളിസിറ്റ് ചെയ്യാണ്, വോട്ട് സൊളിസിറ്റ് ചെയ്യാണ്, അവരെ നമ്മൾ സെൽ ഔട്ട് ചെയ്യാണ്. അവരുടെ ആ ഡൗട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മളൊരു കാര്യത്തിന് ഒരാളെ സെൽ ഔട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ നമ്മൾ സെൽ ഔട്ട് ചെയ്യുക. സെൽ ഔട്ട് ചെയ്യുന്ന പറയുമ്പോൾ തന്നെ അറിയാലോ, അവരെ അഡ്വർടൈസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് വിൽക്കുകയാണ്. അവരെന്ന ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ എല്ലാവരിലോട്ടും എത്തിക്കുന്നത്, റിപ്പറ്റീവ് ആയിട്ട് എത്തിക്കുന്നതിനെയാണ് ടൗട്ട് ചെയ്യുക എന്ന് പറയാം. സോ ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വേർഡ്, ടൗട്ട് എന്ന വാക്ക്. നമ്മൾ ഒരുപാട് വാക്കുകൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ്, ക്ലൗട്ട്, ഇൻഫ്ലുവൻസ് പറഞ്ഞില്ലേ, അതുപോലെ ടൗട്ട്, ഇപ്പം അടുത്ത വാക്കാണ് ടൗട്ട്. അഡ്വർടൈസ് അല്ലെങ്കിൽ പ്രൊമോട്ട് സംബഡി ഓർ സംതിങ് റിപ്പീറ്റഡ്ലി, അതിനാണ് നമ്മൾ എന്ന് വിളിക്കുക ടൗട്ട്. മറക്കണ്ട കേട്ടോ. സ്പീഡ് ആൻഡ് ആക്യുറസി ഈസ് ഇൻഎവിറ്റബിൾ വെൻ ഇറ്റ് കംസ് ടു കോമ്പറ്റീറ്റീവ് എക്സാംസ്. യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ടു ബി കൺസിഡേർഡ് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ആസ്പെക്റ്റ് ആണ്. ഓക്കെ, അടുത്ത് വിൻഡ് ഇൻ വൺ സെയിൽസ്. വിൻഡ് ഇൻ വൺ സെയിൽസ് എന്ന് പറഞ്ഞാൽ ബി കോൺഫിഡൻറ്റ് അബൌട്ട് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ വിൻഡ് ഇൻ വൺ സെയിൽ, ഇറ്റ് സെയിൽസ്, ഇൻ വൺസിൻ്റെ സ്ഥാനത്ത് എന്ന് വരാം കേട്ടോ. വൺസിൻ്റെ സ്ഥാനത്ത് നമുക്ക് പറയാം ഹിസ് സെയിൽസ്, ഹർ സെയിൽസ്, അല്ലെങ്കിൽ ഇന്ന ഒരാൾ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അപ്പസ്ട്രോഫീസ് ഇട്ട് കൊടുക്കാം, ഓർ ഇറ്റ് സെയിൽസ് ഒക്കെ പറയാം. അതിനെയാണ് നമ്മൾ ദെയർ സെയിൽസ് ഒക്കെ പറയാം. എന്നാൽ അതേ സമയത്തുണ്ടല്ലോ വേറൊരു ഇഡിയം കൂടെ ഉണ്ട്, ഒരു ഇഡിയം ഉണ്ട് സെയിം ഇതാണ്, ടേക്ക് wind out of one's sails. ടേക്ക് വിൻഡ് ഔട്ട് ഓഫ് വൺ സെയിൽസ് എന്ന് പറഞ്ഞാൽ അതിന് നെഗറ്റീവ് കൊണോട്ടേഷൻ വരുന്ന ഒരു ഇഡിയമാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളൊരാളെ ഒരു എന്താ കോൺഫിഡൻ്റ് ആയിരിക്കുന്ന ഒരാളുടെ കോൺഫിഡൻസ് ലൂസ് ചെയ്യാണ്. ദാറ്റ് മീൻസ് നമ്മളൊരാളെ ഒരു സർപ്രൈസ് ആയിട്ടൊരു ന്യൂസ് അറിയിക്കുകയാണ്, ആൻഡ് നെഗറ്റീവ് ന്യൂസാണ്. ടേക്ക് വിൻഡ് ഔട്ട് ഓഫ് വൺ സെയിൽസ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഒക്കെ ലൂസ് കോൺഫിഡൻസ് ആണ്. അവിടെ കോൺഫിഡൻസ് ലൂസ് ചെയ്യുക ചെയ്യുന്നത്, ലൂസ് കോൺഫിഡൻസ്. ആ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെച്ചോളാം. രണ്ടും രണ്ട് ഓപ്പോസിറ്റ് മീനിങ് വരുന്ന സാധനമാണ്. അപ്പോൾ വിൻഡ് ഇൻ വൺ സെയിൽസ് കാണുമ്പോൾ ചാടിക്കയറിയിട്ടോ അയ്യോ വിൻഡ് കൊണ്ട് സെയിൽസ് കൊണ്ട് ചാടിക്കയറി ആൻസർ ചെയ്തേക്കും ബി കോൺഫിഡൻറ്റ് അല്ല. ടേക്ക് വിൻഡ് ഔട്ട് ഓഫ് വൺ സെയിൽസ് എന്ന് പറഞ്ഞാൽ ലൂസ് കോൺഫിഡൻസ് ആണ്. പക്ഷെ വിൻഡ് ഇൻ വൺ ഹാവ് വിൻഡ് ഇൻ വൺ സെയിൽസ് എന്ന് പറഞ്ഞാൽ ടു ബി കോൺഫിഡൻറ്റ് എന്നാണ് അർത്ഥം. ദാറ്റ്സ് എ ഡിഫറൻസ് കേട്ടോ. ആ ഡിഫറൻസ് ഒന്ന് മനസ്സിൽ വെച്ചോളാം കേട്ടോ. ദ കപ്പിൾസ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ലീഡ്സ് ടു ദെയർ പാർട്ട് വേസ്. ദെയർ പാർട്ട് വേസ് അല്ല, പാർട്ട് ദെയർ വേസ് ലീഡ്സ് ടു പാർട്ടിങ് ദെയർ വേസ് എന്ന് കൊടുക്കും കേട്ടോ. ലീഡ്സ് ടു ദെയർ പാർട്ടിങ് വേസ് കൊടുത്താലും മതി. ടു ദെയർ പാർട്ടിങ് വേസ് കേട്ടോ ആദിത്യ. ദെയർ നമ്മൾ കൊടുക്കുമ്പോൾ പൊസീവ് അല്ലേ കൊടുക്കുന്നത്. പൊസീവ് കൊടുക്കുമ്പോൾ അതിനുശേഷം വി1 കൊടുക്കാൻ പറ്റില്ല. എന്ത് കൊടുക്കണം?
leads to, lead spelling നോക്കിയ LEAD ആണ്, LEAD. The couple's misunderstanding leads to their parting ways. Divorce petition is sanctioned and the couple parted ways. All right, that's great. Nowadays, influencers tout so many pages in Instagram. All right. In Instagram എന്നല്ല നമ്മൾ പറയാം, on Instagram, on Facebook എന്ന് പറയാം. I'll text you on Facebook എന്ന് പറയാം അല്ലേ. ഫേസ്ബുക്ക് ഒക്കെ ഒരു ആപ്പ് ഓൺ യുവർ ഫോൺ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഓൺ എന്ന് പറയാം നോർമലി കേട്ടോ. ഓൺ എന്ന് പറയും, ഓൺ ഇൻസ്റ്റഗ്രാം എന്ന് പറയാം, ഇൻ ഇൻസ്റ്റഗ്രാം പറയാറില്ല. യൂട്യൂബേഴ്സ് ടൗട്ട് ലോട്ട്സ് ഓഫ് കോസ്മെറ്റിക്. ആ ലോട്ട്സ് പറയില്ല ഷൈനി, ഒന്നെങ്കിൽ ലോട്ട് ഓഫ് അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ്, രണ്ട് രീതിയിൽ പറയണം കേട്ടോ ഷൈനി. നമുക്ക് എന്ത് പറയാം, ഒന്നെങ്കിൽ ലോട്ട്സ് ഓഫ് അല്ലെങ്കിൽ ലോട്ട് ഓഫ്, രണ്ടിൽ ഏതെങ്കിലും ഒന്ന്. ലോട്ട്സ് ഓഫ് പറയരുത് കേട്ടോ. ലോട്ട്സ് ഓഫും പറയാം, ലോട്ട് ഓഫും പറയാം, രണ്ടും കറക്റ്റ് ആണ്, പക്ഷെ ലോട്ട്സ് ഓഫ് പറയില്ല, ശ്രദ്ധിച്ചോണേ. അപ്പൊ അങ്ങനെ. ടൈം ഈസ് ഇൻഎവിറ്റബിൾ ഇൻ കോമ്പറ്റേറ്റീവ് എക്സാംസ്. യെസ് ഇറ്റ് ഇസ്. അഡ്വർടൈസ്മെന്റ് ഇസ് എ മെത്തേഡ് ടു ടൗട്ട് ദ മാർക്കറ്റിംഗ് ഓഫ് ദ പ്രോഡക്റ്റ്. യെസ്. ഇന്ത്യ പാർട്ട് വേസ് വിത്ത് പാക്. ഇല്ല, ഇന്ത്യ പാർട്ടല്ല, പാർട്ടഡ്. ഇന്ത്യ പാർട്ടഡ് പാസ്റ്റ് ടെൻസ് കൊടുക്കുന്നത് അനുശ്രീ. അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റ് അല്ലേ. നമ്മളിപ്പോൾ സിംഗുലർ സബ്ജക്റ്റിനോട് ഒരു കാരണവശാലും പ്ലൂറൽ വേർബ് കൊടുക്കരുത്, സിംഗുലർ വേർബ് കൊടുക്കുക. ഇന്ത്യ പാർട്സ് വേസ് വിത്ത് കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാസ്റ്റ് ടെൻസ് കൊടുത്താൽ മതി, പാർട്ടഡ് വേസ്. ദ വിൻഡ് ബിനീത്ത് ദെയർ വിങ്സ്. അതുണ്ട്, അത് വേറെ ഇഡിയം അല്ലേ, അത് വേറെ ഇഡിയം. വിൻഡ് റിലേറ്റഡ് ഒരുപാട് ഇഡിയംസ് ഉണ്ട്. ഇത് ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ഇഡിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഇഡിയം. അതാണ് ഒരു ഇഡിയമാണ് ഹാവ് വിൻഡ് ഇൻ വൺ സെയിൽസ് എന്ന് പറയുന്ന ഒരു ഇഡിയമാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ടേക്ക് വിൻഡ് ഔട്ട് ഓഫ് വൺ സെയിൽസ് എന്ന് പറയുന്നത്. അതാണ് ഡിഫറൻസ് കേട്ടോ. യാ, ഈവൻ ദോ എ ടീച്ചർ ഹാസ് എ മീഗർ നോളജ് അബൌട്ട് എ ടോപ്പിക്, വിൻഡ് ഇൻ ഹെർ സെയിൽസ് വിൽ ആക്ട് ആസ് എ സൊല്യൂഷൻ ടു ആൻ എക്സ്റ്റെൻറ്റ്. യെസ്, എക്സ്റ്റെൻഡിന്റെ സ്പെല്ലിംഗ് ഇവിടെ മാറിപ്പോയി. ഷമാസ, ഈ എക്സ്റ്റെൻഡ് നൗൺ എക്സ്റ്റെൻഡ്, ടി ലിമിറ്റ് എക്സ്റ്റെൻഡ്, EXTENT. മറ്റേത് എക്സ്റ്റെൻഡ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക, നീട്ടുക, സ്ട്രെച്ച് ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ്. വെർബാണ് ഇവിടെ കൊടുത്തേക്കണേ. നിനക്ക് വേണ്ടത് നൗണാ, ടി കൊടുക്കുക, എക്സ്റ്റെൻഡ്, EXTENT കേട്ടോ. ഓക്കെ, ഹർ അല്ലേ. ഓൾ റൈറ്റ്. ഇൻഫ്ലുവൻസസ് മേക്ക് മണി ഫ്രം ടൗട്ട്. ഓൾ റൈറ്റ്, യെസ് ദേ ഡു. ഫ്രം ടൗട്ടിങ് കൊടുക്കുക, ഫ്രം ടൗട്ടിങ്. അനുശ്രീ, ഫ്രം ടൗട്ട് അല്ല, ഫ്രം ടൗട്ടിങ്. ടൗട്ട് വെർബാ. അപ്പം അതിന് നൗണായിട്ട് കൊടുക്കണമെങ്കിൽ ജെറണ്ട് കൊടുക്കുക, ING കൊടുക്കുക. റിപ്രസെൻറ്റേഷൻ യെസ്റ്റർഡേ പ്രൂവ് ദാറ്റ് she has wind in her sails. That's great. All right. Moving to അടുത്തത്, നമ്മൾ ഇനി നോക്കുന്നത് നമ്മുടെ synonyms synonyms ആണ്. അപ്പോൾ inevitable, part ways, tout, wind in one sails മറക്കണ്ട. will move to നമ്മുടെ synonyms antonyms etc. നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പോസ്റ്റിലോട്ട് ഉള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ നമ്മുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് 18-ാം തീയതി. ഓക്കെ, അപ്പോൾ ആർക്കാലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓൾറെഡി മെഗാ പാക്ക് ഉള്ളവർ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യേണ്ട, ഓൾറെഡി നമുക്ക് കോഴ്സ് അവൈലബിൾ ആണ്. അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് ഈ കോഴ്സിന് വേണ്ടി പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കം ആൻഡ് ജോയിൻസ്. നമ്മുടെ എക്സാം ക്ലാസ്സുകൾ 18-ാം തീയതി തുടങ്ങുകയാണ്. നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. അപ്പോൾ 2000 രൂപയ്ക്കുള്ളിൽ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, 2000 രൂപയ്ക്കുള്ളിലേ ഉള്ളൂ കോഴ്സ് ഫീ കേട്ടോ. അപ്പോൾ കോഡ് അപ്ലൈ ചെയ്താൽ ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാം. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്തിട്ട് ക്ലാസ് പർച്ചേസ് ചെയ്യാം. നമുക്ക് വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാം. രണ്ട് രീതിയിലും അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ CGLന്റെ ലോങ് ടേം ബാച്ച്, രണ്ടാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ 25-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ലോങ് ടേം ബാച്ച് ഞാൻ ഓൾറെഡി പറയും, CGL ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. CGL അതായിട്ട് CHS വിളിക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് MTS വിളിക്കും, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് phase 12 എക്സാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അവസരമാണ് SSC എക്സാംസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വലിയൊരു നല്ല മുതൽക്കൂട്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ലോങ് ടേം പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സെറ്റ് ആവുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോഡ് അപ്ലൈ മറക്കണ്ട. Y314 2200 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ആഫ്റ്റർ ഡിസ്കൗണ്ട് Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. സോ മൂവിങ് ഓൺ ടു അവർ വേർഡ്സ്. മൂട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, മൂട്ട് എന്ന വാക്കിന് വേർബായിട്ടും അർത്ഥമുണ്ട്, അതുപോലെ തന്നെ അഡ്ജക്റ്റീവായിട്ടും അർത്ഥമുണ്ട്. ഒന്ന് വേർബായിട്ട് അർത്ഥം എന്താ, റേസ് ചെയ്യുക അല്ലെങ്കിൽ ബ്രോച്ച് ചെയ്യുക അല്ലെ. ഒരു കാര്യം നമ്മൾ മുന്നോട്ട് വെക്കുക, സജസ്റ്റ് ചെയ്യുക, മെൻഷൻ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു കാര്യം റേസ് ചെയ്യുക, മുന്നോട്ട് വെക്കുക അല്ലെ. ബ്രിങ് അപ്പ്, അതാണ് റേസ് ചെയ്യുക അല്ലെ. ബ്രിങ് അപ്പ് എന്നാണ് റേസിന്റെ മറ്റൊരു അർത്ഥം. ബ്രിങ് അപ്പ്, ബ്രിങ്സ്, ഒരു കാര്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക, മുന്നോട്ടേക്ക് വരിക, അതിനാണ് പ്രപ്പോസ് ചെയ്യുന്നതിന് ബ്രിങ് അപ്പ് ചെയ്യാന്ന് പറയാം. ബ്രിങ് അപ്പ് എ ടോപ്പിക്, ബ്രിങ് അപ്പ് എ പ്രപ്പോസൽ, ബ്രിങ് അപ്പ് എൻ ഐഡിയ, അതൊക്കെ പറയില്ലേ, ആ അർത്ഥം. റേസ് ചെയ്യുക, ബ്രോച്ച് ചെയ്യുക. എന്നാൽ മൂട്ടിന് വേറൊരു അർത്ഥമുണ്ട് അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ. ഡിബേറ്റബിൾ ആണ്, കണ്ടസ്റ്റബിൾ ആണ്, ആർഗ്യൂബിൾ ആണ്, തമ്മിൽ തർക്കിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൂട്ട് എന്ന് പറയുന്നത്. മൂട്ട് ടോപ്പിക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഡിബേറ്റബിൾ ടോപ്പിക്. അയ്യോ ഇത് ഭയങ്കര ഡിബേറ്റബിൾ ടോപ്പിക്കാണ്, സെൻസിറ്റീവ് ആയ ഇഷ്യൂ എന്നൊക്കെ പറയില്ലേ, അതാണ് മൂട്ടായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ ഡിബേറ്റബിൾ ആണ്. അത് ഇപ്പം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ഇറ്റ് ഇസ് ആർഗ്യൂബിൾ ആണ് അല്ലേ എന്ന് പറയും.
എന്നാൽ അതിൻ്റെ ആന്റണിം എന്താണ്? ഇൻകണ്ടസ്റ്റബിൾ ആണ്. ചോദിച്ചിട്ടുണ്ട് വട്ടം കേട്ടോ. മൂട്ടിൻ്റെ ഓപ്പോസിറ്റ് ഇൻകണ്ടസ്റ്റബിൾ ആണ്, ഷുവർ ആണ്, സർട്ടൻ ആണ്, ഉറപ്പുള്ള കാര്യമാണ്. ഉറപ്പില്ലാത്ത കാര്യമാണ് മൂട്ട്. ഉറപ്പുള്ള കാര്യത്തിന് ഉറപ്പുള്ളത് എന്ന് പറയാൻ വേണ്ടി നമുക്ക് പറയാം ഷുവർ ആണ്, സർട്ടൻ ആണ് എന്നൊക്കെ നമുക്ക് ആന്റണിമായിട്ട് പറയാം. ഷുവർ, സർട്ടൻ, ഇൻകണ്ടസ്റ്റബിൾ എന്നൊക്കെ മൂട്ട് എന്ന അഡ്ജക്റ്റീവിൻ്റെ ഓപ്പോസിറ്റ് പറയാം. അതേസമയത്ത് റേസ് ചെയ്യുക, ബ്രോച്ച് ചെയ്യുക എന്നുള്ള വേർബ് അർത്ഥം വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സപ്രസ് ചെയ്യുക. ഒരു കാര്യം ഉയർത്തിപ്പിടിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യത്തിനെ സപ്രസ് ചെയ്ത് കളയാണ്, സൈലൻസ് ചെയ്ത് കളയാണ് അല്ലേ? അതിനെയാണ് നമ്മൾ മൂട്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. സൈലൻസ് ചെയ്യുക അല്ലെങ്കിൽ സപ്രസ് ചെയ്യുക. പിന്നെ യു ഓൾ നോ ദീസ് വേർഡ് അല്ലെ? ഈ ഒരു വേർഡ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എക്സാസ്പറേറ്റും എക്സാസ്പെറേറ്റും മാറിപ്പോകാൻ പാടില്ല. വളരെ കോമൺ ആയിട്ടൊരു എക്സ്പ്രഷനാണ് എക്സാസ്പെറേറ്റും എക്സാസബേറ്റും. രണ്ടും വേർബാണ്. എക്സാസ്പെറേറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? എക്സാസ്പെറേറ്റ് വേഗം പറഞ്ഞു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നൊരു വാക്കാ എക്സാസ്പെറേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വേഗം പറഞ്ഞു. എക്സാസബേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, അഗ്രവേറ്റ് ചെയ്യുക, വഷളാക്കുക, വേഴ്സൺ ചെയ്യുക, ഇൻറ്റൻസിഫൈ ചെയ്യുക എന്ന് പറയും. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കാം ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഒരു കാര്യത്തിനെ കാം ചെയ്യുക, അതിനെ റെഡ്യൂസ് ചെയ്യുക, ഒരു കാര്യം അതിൻ്റെ അളവ് കുറയ്ക്കുക. അതിനെയൊക്കെ നമുക്ക് എക്സാസബേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. എക്സാസ്പെറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വേഗം പറഞ്ഞ പിള്ളേരെ, എക്സാസ്പെറേറ്റ് എന്ന് പറഞ്ഞാൽ എന്നാണ്? എക്സാസബേറ്റ് ആണ് വഷളാക്കുക എന്ന് പറയും അല്ലേ? അപ്പം എക്സാസ്പെറേറ്റ് എന്താ? അതും വളരെ കോമൺ ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്. മോസ്റ്റ് ഓഫ് ദ ടൈം മൈ ഫ്രണ്ട്സ് ടേക്സ് വിൻഡ് ഔട്ട് ഓഫ് ഹെർ സെയിൽസ് അല്ല, ഹെർ ആ എസിൻ്റെ ആവശ്യമില്ല. ഹെർസ് പറയുമ്പോൾ അത് പ്രൊനൗൺ ആയിട്ട് വരും. പ്രൊനൗൺ അല്ല നമുക്ക് അവിടെ വേണ്ട. അവിടെ സെയിൽസ് എന്ന് പറഞ്ഞാൽ നൗണിനോട് ഒരു അഡ്ജക്റ്റീവ് ആണ്, പോസിറ്റീവ് അഡ്ജക്റ്റീവ് വേണ്ട ഷൈനി. ഹെർസ് വേണ്ട, ഹെർ. ഫോർ പ്രിപ്പയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഓക്കെ. His constant touting of his ex-girlfriend led to their parting ways. That's great. Touting by using influencers cuts the advertising cost. Okay, that's great. That's correct. They are moving together. All right. Teachers move to study the important topics. All right. Teachers move എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് റേസോ ഇല്ല. മൂട്ട് എന്ത്? മൂട്ടിന് ശേഷം ഒബ്ജക്റ്റ് വേണം ഷൈനി. ടീച്ചേഴ്സ് മൂട്ട് എന്ത്? ടീച്ചേഴ്സ് റേസ് വാട്ട്? ടീച്ചേഴ്സ് ബ്രിങ് അപ്പ് വാട്ട്? ഒബ്ജക്റ്റ് കൊടുക്കുക അവിടെ. The central government is mooting various schemes for women. Yes, annoy ചെയ്യുക അത് തന്നെയാണ് അല്ലേ? എക്സാസ്പെറേറ്റ് എന്ന് പറഞ്ഞാൽ അനോയ് ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുക, ഫ്രസ്ട്രേറ്റ് ചെയ്യുക, അത് തന്നെ അല്ലേ? അതാണ്. ഗ്രേറ്റ്. Rintu ma'am never comments on mootable topics. അതെ, അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. കാര്യം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ട് ഒപ്പീനിയൻ ആയിരിക്കും. വെറുതെ എന്തിനാണ് നമ്മളത് കയറിയിട്ട് ഇടപെടുന്നത്? ലെറ്റ് us work on our ഇതെന്ന് പറയും. നമ്മുടെ ചിന്താഗതി നമ്മൾ തന്നെ വളർത്തിയെടുക്കേണ്ട കാര്യം. മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കരുതെന്ന് പറയില്ല. അതുകൊണ്ടാണ് അതൊരു ഓപ്പൺ ആയിട്ടിരിക്കട്ടെ. അടുത്താണ് റെസിൻറ്റ് ചെയ്യാം. റെസിൻറ്റ് ചെയ്യാന്ന് ഒരു വാക്ക് ഓർത്തണേ. റെസിൻറ്റ് എന്ന് പറയുന്ന വാക്ക് വളരെ കോമൺ ആയിട്ടൊരു എക്സ്പ്രഷനാണ്. നമ്മൾ ഒരുപാട് തവണ റെപ്പിറ്റേറ്റീവായിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഫോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് റെസിൻറ്റ്. റിവോക്ക് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, അബ്രഗേറ്റ് ചെയ്യുക, ഓവർറൂൾ ചെയ്യുക, റിപ്പീൽ ചെയ്യുക, അതാണ് സംഭവം. റിവോക്ക്, റിപ്പീൽ, ക്യാൻസൽ, ഓവർറൂൾ, അബ്രഗേറ്റ് എന്നൊക്കെ പറയുന്ന വാക്ക് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? പ്രാബല്യത്തിൽ വരിക, എൻഫോഴ്സ് ചെയ്യുക, എനാക്ട് ചെയ്യുക. ഒരു കാര്യത്തിൽ നമ്മളങ്ങ് ക്യാൻസൽ ചെയ്ത് ഇല്ലാണ്ടാക്കി കളയുന്നത് തന്നെയാണ് റെസിൻറ്റ് ചെയ്യുക എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് വെച്ചാൽ എൻഫോഴ്സ് ചെയ്യുക, ഇനാക്ട് ചെയ്യുക. ഒരു കാര്യത്തിൽ നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരിക, അതിനെയാണ് റെസിൻറ്റിൻ്റെ ഓപ്പോസിറ്റ്. ഇനാക്ട് ചെയ്യുക അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യുക എന്നൊക്കെ പറയാം കേട്ടോ. ഷീ മൂട്ട് വോയിസ് അഗൈൻസ്റ്റ് ദ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഓഫ് ദ അതോറിറ്റി. ദാറ്റ്സ് ഗ്രേറ്റ്. ഷീ റേസ് വോയിസ് അല്ലേ? മൂട്ട് കൊടുക്കരുത്, മൂട്ടിട്ട് കൊടുക്കണം. പാസ്റ്റൻസ് കൊടുത്താൽ ഷീ സബ്ജക്റ്റ് സിംഗുലർ അല്ലേ? അപ്പം വെർബ് സിംഗുലർ കൊടുക്കാൻ പറ്റില്ല, സിംഗുലർ വേണം കൊടുക്കാൻ. ഷീ മൂട്ട്സ് കൊടുത്തോ. ഒന്നെങ്കിൽ ഷീ മൂട്ട്സ് വോയിസ് അഗൈൻസ്റ്റ് ദ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഓഫ് ദ അതോറിറ്റി, അല്ലെങ്കിൽ ഷീ മൂട്ടഡ്, പാസ്റ്റൻസ് കൊടുക്കണം. ആൻഡ് ഇവിടെ 2 തവണ ഇപ്പം നമ്മുടെ എന്ത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ ഒരു എറർ വരുന്നുണ്ടോ ശ്രദ്ധിച്ചോളാം. ഹി എക്സാസബേറ്റഡ് ദ സിറ്റുവേഷൻ വിത്ത് ഹിസ് ബാഡ് ബിഹേവിയർ. ഓൾ റൈറ്റ്. റെയിനിങ് ടി വിയും എക്സാസബേറ്റ്സ് ദ സിറ്റുവേഷൻ. യെസ്, അത് വളരെ അൺയൂഷ്വൽ ആയിട്ടല്ലേ? അത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് ഇതുവരെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള പ്രളയം അല്ലേ? ഫ്ലഡ് ചെയ്തു, വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അത് ഫ്ലഡ് തന്നെയാണ്, ഇറ്റ്സ് പ്രളയം തന്നെയാണ് അല്ലേ? വല്ലാത്തൊരു വെള്ളത്തിലായി പോയി ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. ദ ഇന്റർഫിയറിംഗ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഇൻ സോഷ്യൽ ഇഷ്യൂസ് എക്സാസബേറ്റ്സ് ദ ടോപ്പിക്. ദാറ്റ്സ് ഗ്രേറ്റ്. Her continuous implicit exasperation exacerbated the situation. That's great. Okay, clear I guess. അടുത്ത സെറ്റിലോട്ട് പോവാം. നെക്സ്റ്റ് വൺ ഇസ് ഓഗർ. ഓഗർ എന്ന വാക്കിന്റെ അർത്ഥം വിഷണറി അല്ലെങ്കിൽ സിയർ എന്ന് പറയാം. മുൻകൂട്ടി കാണുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഓഗർ എന്ന് പറയും. അതുപോലെ ഓഗർ ചെയ്യുക എന്ന് പറഞ്ഞാലോ മുൻകൂട്ടി കാണുക, ബോർഡ് ചെയ്യുക, പോർട്ടന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹെറാൾഡ് ചെയ്യുക, സിഗ്നൽ ചെയ്യുക അല്ലേ? അപ്പം അതിന്റെ ഓപ്പോസിറ്റ്, ഈ നൗണിന് ഓപ്പോസിറ്റ് ഇല്ല, വേർബിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയാം ഡിസ്ക്രൈബ് ചെയ്യുക. ഉള്ള കാര്യം അതങ്ങ് ഡിസ്ക്രൈബ് ചെയ്യുക. പോർട്ടന്റ് ചെയ്യുമ്പോൾ നമ്മൾ വരുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ മുൻകൂട്ടി പറയാമല്ലോ. മുൻകൂട്ടി പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും ഡിസ്ക്രൈബ് ചെയ്യുക, ടെൽ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. നടന്നൊരു കാര്യമല്ലേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഓഗറിൻ്റെ ഓപ്പോസിറ്റ്. പഠിച്ചിട്ടുണ്ടേ, ഇത് പുതിയ കാര്യമൊന്നുമല്ല.
അടുത്ത വാക്ക് സപ്ലൻ്റ് ആണ്. സപ്ലൻ്റ് ഒരു വേർബാണ്. ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു സപ്ലൈ ഒന്നുമല്ല. സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സൂപ്പർസീഡ് ചെയ്യുക, ഒരാളെ റിപ്ലേസ് ചെയ്യുക, ഡിസ്പ്ലേസ് ചെയ്യുക, അസേർപ്പ് ചെയ്യുക, മറികടന്ന് മറ്റൊരാളെ അല്ലെ നമ്മളൊരു ട്രാൻസെൻഡ് ചെയ്ത് പോകാന്ന് പറയില്ലേ, ഒരാളെ സൂപ്പർസീഡ് ചെയ്യുക, റീപ്ലേസ് ചെയ്ത് കളയുക, ഡിസ്പ്ലേസ് ചെയ്ത് കളയുക, അത്രേ ഉള്ളൂ. അതായത് സപ്ലൻ്റ് എന്ന് പറയുമ്പം അവരെ മറികടന്ന് വേറൊരു കാര്യം പോവല്ലേ. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് എന്തൊരു സറണ്ടർ ചെയ്യുക, അഡിയറോ പറയുക, ഗിവിൻ ചെയ്യുക, സറണ്ടർ തന്നെ ഗിവിനും സറണ്ടർ തന്നെയാണ്. സറണ്ടർ എന്നുള്ള മീനിങ്ങിന്റെ ആണ് കേട്ടോ ഇതിനുള്ള അർത്ഥം. അപ്പൊ സപ്ലന്റ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് സറണ്ടർ ചെയ്യുക. സപ്ലന്റ് ചോദിച്ചിട്ടുള്ള വാക്കാണ്, അതിന്റെ ആന്റണി ചോദിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആണ് സറണ്ടർ അല്ലെങ്കിൽ ഗിവിൻ. സപ്ലന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെർബാണ്, മറക്കരുത്. സപ്ലന്റ് വെർബാണ്. റിപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുക, ഒരാളെ മറികടക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അടുത്ത ഫിലിപ്പ്. ഞാൻ ഫിലിപ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പ് സ്റ്റിമുലസ്, ഇൻസെന്റീവ്, എൻകറേജ്മെന്റ്, മോട്ടിവേഷൻ അല്ലെങ്കിൽ ബൂസ്റ്റ് എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? കർബ്, ലിമിറ്റേഷൻ, റിസ്ട്രെയിൻഡ്, ഡിസ്ഇൻസെന്റീവ്, ഡിസ്കറേജ്മെന്റ് ഒക്കെ പറയും. ദാറ്റ്സ് ഇറ്റ് കേട്ടോ. അതിനാണ് ഫിലിപ്പ് എന്ന് പറയാം. ഫിലിപ്പിന്റെ ഓപ്പോസിറ്റ് ആണ് കർബ്, റിസ്ട്രെയിൻഡ്, ഡിസ്ഇൻസെന്റീവ് എന്നൊക്കെ പറയുന്ന കാര്യം മറക്കണ്ടേ. യെസ്. ഇഫ് സംതിങ് ന്യൂ ഇസ് മൂട്ട്, ഇസ് ഡിബേറ്റബിൾ, ബാക്കി എന്തേ? ഇഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ആ ഇഫ് ക്ലോസ് മാത്രം പോയല്ലോ ശബരി. ദ മൂഡ് പോയിന്റ് ലെഡ് ടു ദി റിസെന്റിങ് ഓഫ് ദ പ്രൊപ്പോസൽ. ഓൾ റൈറ്റ്. They resented the trip because of exam. All right. Rintu ma'am thinks that commenting on multiple topics will exacerbate the thoughts and beliefs of many. Yes. അതെ, മറ്റുള്ള തോട്ട്സിന് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഒപ്റ്റിമിസം സപ്ലൈസ് സെൽഫ് ഡൗട്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. മൂവിങ് ഓൺ ടു ലാസ്റ്റ് സെറ്റ്. അടുത്ത ലാസ്റ്റ് സെറ്റോട്ട് പോകാം. ഫോമിഡബിൾ. എന്താണ് ഫോമിഡബിൾ എന്ന വാക്കിന്റെ അർത്ഥം? ഇന്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള, ഡോണ്ടിങ് ആയിട്ടുള്ള, സ്കേറി ആയിട്ടുള്ള, പേടിപ്പെടുത്തുന്നത്. അതാണ് ഇന്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള. ഫോർമിഡബിൾ എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം കേട്ടോ. ഇന്റിമിഡേറ്റിംഗ്, ഡോണ്ടിങ്, സ്കേറി, ഫ്രൈറ്റനിങ്, ത്രെറ്റനിങ്, ടെറിഫൈങ് എന്നൊക്കെ പറയും. അതിന്റെ ഓപ്പോസിറ്റ് ആണ് കംഫർട്ടിങ്. വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള, അതാണ് ഫോർമിഡബിൾ. പഠിച്ചിട്ടുണ്ട് ഫോർമിഡബിൾ. ഇപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത്, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയൊക്കെ ഫോർമിഡബിൾ വന്ന. വേറെ ഒന്നാണ് പെർവെസീവ്. പെർവെസീവ് അറിയാലോ. പെർവെസീവ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. പെർവെസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്പ്രെഡ്, വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള കാര്യമാണ്. പ്രവലന്റ് ആണ്, എല്ലായിടത്തും ഉണ്ട്, കോമൺ ആണ്, റൈഫ് ആണ്, ഓവറോൾ ആണ്, എക്സ്റ്റെൻസീവ് ആണ്. വളരെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത്, വൈഡ് സ്പ്രെഡ് ചെയ്തിട്ട് കാര്യം, അതിനെയാണ് നമ്മൾ എന്താ പറയുക? പെർവേസീവ് ആയിട്ടുള്ള എന്ന് പറയാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്നാ? അൺയൂഷ്വൽ ആണ്, സ്ട്രേഞ്ച് ആണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ. പെർവേസീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെർവേസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ പ്രവലന്റ് ആണ്, എല്ലായിടത്തും ഉണ്ട്, കോമൺ ആണ്, റൈഫ് ആണ്, ഓവറോൾ ആണ്, എക്സ്റ്റെൻസീവ് ആണ്, വൈഡ് സ്പ്രെഡ്, അതൊക്കെ പറയും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ത് പറയും? അൺയൂഷ്വൽ ആണ്. ഇത് അങ്ങനെ സംഭവം കാണാറില്ല, സ്ട്രേഞ്ച് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രത്തിലെ വെള്ളം അല്ലെ, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും എന്തായിട്ട് പറയാം? ഇറ്റ്സ് അൺയൂഷ്വൽ, ഇറ്റ്സ് സ്ട്രേഞ്ച് എന്ന് പറയാം അല്ലെ. നേരെ ഓപ്പോസിറ്റ് ഓഫ് പെർവേസീവ് എന്ന് പറയും. കോമൺ അല്ല അത്. Supreme Court rescinded the verdict of High Court as it tends to moot the conflict between the states. Great. She gives the Philip to read books. That's great. Aspirants come to competitive world in the augur of success. Yes. അവിടെ ഓഗർ ഇന്ന് ഓഗർ ഇതല്ല, നൗൺ അല്ല. ഇൻ ഓഗറിംഗ് ഓഫ് സക്സസ് എന്ന് കൊടുത്തോ, ഇൻ ഓഗറിംഗ് സക്സസ് എന്ന് കൊടുത്താൽ മതി. ഓഗറിംഗ് സക്സസ് കൊടുത്താൽ മതി. ഷമാസെ, ഓഗർ വെർബാണ്. നോക്കിയടാ, നൗൺ ആയിട്ട് വരുമ്പോൾ അതൊരു വ്യക്തി എന്നാ പറയുന്നത് അല്ലേ. അപ്പൊ നൗൺ ആയിട്ട് വരുമ്പോൾ അത് വ്യക്തിയായിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ ഓഗറിംഗ് കൊടുക്കണം, എന്നാൽ ജെറണ്ട് കൊടുക്കുക, അപ്പോഴേ കറക്റ്റ് ആവുക. ദ ഇനോഗ്രേഷൻ ഓഫ് ദി വിഴിഞ്ഞം പോർട്ട് പ്രൊവൈഡ്സ് എ ഫിൽപ്പ് ടു ദ കേരള ഇക്കോണമി. യെസ്, ഇറ്റ് ഡാസ്. മൈക്രോ ഓർഗാനിസംസ് ആർ പെർവസിവ് ഇൻ നേച്ചർ. യെസ്. അപ്പൊ ക്ലിയർ ആണല്ലോ. ഇനി ബാക്കി സെന്റൻസുകൾ ഫ്രെയിം ചെയ്യാനുള്ളവർ എന്ത് ചെയ്യുക? സെന്റൻസ് ഫ്രെയിം ചെയ്ത് എനിക്ക് ഇടാം കേട്ടോ. അപ്പൊ 2 സെന്റൻസ് ഞാൻ മിസ് ചെയ്തല്ലേ. സൺറൈസ് ഇസ് എൻ ഇൻഎവിറ്റബിൾ ഫിനോമിനൻ. ഗ്രേറ്റ്. മൈ ജി ഇസ് നോൺ ഫോർ ഇറ്റ്സ് മോഡേൺ ടൗട്ട് സ്ട്രാറ്റജി. മൂൺ പീസ്. ഓൾറൈറ്റ്. ഞാൻ വായിച്ചു കേട്ടോ സെന്റൻസ്, ഞാൻ ഇപ്പോഴാണ് കണ്ടത്, ശ്രദ്ധിച്ചില്ല. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെറ്റ് ഓഫ് സെന്റൻസുകളുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എനിക്ക് കോമന്റ് സെക്ഷനിൽ ഇടാം. സമയം നമ്മൾ കളയുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാനും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താലും മറക്കണ്ട. കോമന്റ് സെക്ഷനിൽ ആൻസർ പോസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡൗട്ട്സ് സജഷൻസ് ആർ ഓൾവേസ് വെൽക്കം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ.